गौरांग बलिते हवे पुलक शरीर. ഹരേ കൃഷ്ണ. നമ്മൾ മലയാളികൾ വീടിൻ്റെ പാലുകാച്ചലായിക്കോട്ടെ, നമ്മൾ തറക്കല്ലിടുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതൊരു യജ്ഞമായിക്കോട്ടെ, നമ്മൾ നടത്തുന്ന ഏതൊരു യജ്ഞത്തിൻ്റെയും പൂർണ്ണതയ്ക്കായിട്ട് അവസാനം ജപിക്കുന്നൊരു മന്ത്രമാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ലോകം മുഴുവൻ കോടിക്കണക്കിന് ആളുകൾ വിശ്വാസത്തോടെ ജപിച്ചിട്ട് ജീവിതത്തിലെ ആത്മീയ പരിവർത്തനം നേടി ശാന്തിയും സമാധാനം നേടിയുള്ള ഈ ഒരു മഹാമന്ത്രം നമുക്ക് നൽകിയ ആ മഹത് വ്യക്തിത്വം ആരാണെന്ന് നമുക്കറിയാവോ? അദ്ദേഹത്തിൻ്റെ പേരാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. ആരാണ് ഈ ശ്രീ ചൈതന്യ മഹാപ്രഭു? ആധുനിക ചരിത്രകാരന്മാർ പറയുന്നു അദ്ദേഹം മധ്യകാല ബംഗാളിലെ ഒരു സന്യാസിയാണെന്ന്. മഹാതത്വചിന്തകന്മാർ, സാമൂഹിക പരിഷ്കർത്താക്കന്മാർ അവരൊക്കെ പറയുന്നു കൃഷ്ണഭക്തി പ്രസ്ഥാനം ശക്തി പ്രാപിക്കാനായിട്ട് സ്വാധീനം ചെലുത്തിയിട്ടുള്ള വ്യക്തിത്വമാണ് ഇദ്ദേഹം എന്നൊക്കെ. പക്ഷേ ശരിക്കും ആരാണ് ഈ ചൈതന്യ മഹാപ്രഭു? ജഗന്നാഥ മിശ്ര എന്ന് പറയുന്ന അദ്ദേഹത്തിനും ശശി മാതാവിനും ചേർന്ന് നവദ്വീപിലെ 539 വർഷങ്ങൾക്ക് മുമ്പ് അവതരിച്ച സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അവതാരമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് ശാസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ഉയർന്ന ശാസ്ത്രമായിട്ടുള്ള ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു, കൃഷ്ണവർണം തുഷാകൃഷ്ണം സങ്കോപാംഗസ്ത്രപാശതം യജ്ഞേർ സങ്കീർത്തനപ്രായേർ യജന്തിഹി സുമേധസഃ. ഈ കലിയുഗത്തിൽ ഏറ്റവും ഉയർന്ന കാര്യമാണ് ഹരിനാമ സങ്കീർത്തനം. ആ സങ്കീർത്തന പ്രസ്ഥാനം ആരംഭിക്കാനായിട്ട് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിക്കുമെന്നുള്ളത് 5000 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ശ്രീമദ് ഭാഗവതത്തിൽ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, അഥർവവേദം, ചാന്തോക്യോപനിഷത്ത്, ശ്വേതരോപനിഷത്ത്, കൂടാതെ വിഷ്ണു പുരാണം, ശിവപുരാണം, അഗ്നിപുരാണം, ദേവീപുരാണം, ബ്രഹ്മാണ്ഡപുരാണം, നാരദപുരാണം, കൂർമ്മപുരാണം, ഗരുഡപുരാണം, പത്മപുരാണം, ഭവിഷ്യപുരാണം, ഇതിലെല്ലാത്തിലും തെളിവുകളുണ്ട്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചിട്ട് വിഷ്ണു സഹസ്രനാമത്തിലും പരാമർശമുണ്ട്, 2 സ്ഥലത്ത് പരാമർശിച്ചിട്ടുണ്ട്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ശ്രീ ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്ന ഗ്രന്ഥത്തിനകത്ത് ഭഗവാനെക്കുറിച്ച് വളരെ വിസ്തരിച്ച് വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ പ്രപഞ്ചത്തിൽ വന്ന് എന്താണ് നമുക്ക് വേണ്ടി നൽകിയിട്ടുള്ളത്? വൃന്ദാവനം നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ധാമമാണ്. ഈ വൃന്ദാവനത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ എല്ലാ ലീലാ സ്ഥലങ്ങളും കണ്ടുപിടിച്ച് തന്നത് ഈ ചൈതന്യ മഹാപ്രഭുവാണ്. ഭഗവാൻ അല്ലാതെ ഭഗവാന്റെ ലീലാ സ്ഥലങ്ങൾ ആർക്കാ കണ്ടുപിടിക്കാൻ കഴിയുക? അതാണ് ഏറ്റവും വലിയ കാര്യം. രണ്ടാമത്തത്, 6 ഗോസ്വാമിമാർക്ക് നമ്മളുടെ ഇന്നത്തെ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിലുള്ള എല്ലാ പ്രധാനപ്പെട്ട ശാസ്ത്ര ഗ്രന്ഥങ്ങളെയും കുറിച്ച് അറിവ് പകർന്നു നൽകി അവരാണ് ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിൻ്റെ എല്ലാ ശാസ്ത്ര ഗ്രന്ഥങ്ങളും രചിച്ച് നമുക്ക് വേണ്ടി തയ്യാറാക്കി തന്നത്. കൂടാതെ ഇന്ന് കോടിക്കണക്കിന് ആളുകൾ അവരുടെ ജീവിതത്തിൽ ഈ കലിയുഗത്തിൻ്റെ ഏറ്റവും ഉയർന്ന യജ്ഞമായിട്ടുള്ള സങ്കീർത്തന യജ്ഞം പ്രാക്ടീസ് ചെയ്തു പോരുന്നു. ആ സങ്കീർത്തന യജ്ഞം ആരംഭിച്ചത് ഈ ശ്രീവാസ് ഠാക്കൂർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പാർഷദൻ്റെ വീട്ടിൽ വെച്ച് ശ്രീ ചൈതന്യ മഹാപ്രഭുവാണ് ആരംഭിച്ചത്. കലികാലെ നാമരൂപ കൃഷ്ണ അവതാര എന്നാണ്. അതായത് കലികാലത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിക്കുന്നത് ഈ നാമരൂപത്തിലാണ്. ആ നാമം നമുക്ക് നൽകിയിട്ടുള്ളത് ശ്രീ ചൈതന്യ മഹാപ്രഭുവാണ്. ഭഗവത്ഗീത, ഭാഗവതം, ഈ ശാസ്ത്രങ്ങളിലൊക്കെ ഭഗവാൻ നമുക്ക് വേണ്ട എല്ലാവിധ ഇൻസ്ട്രക്ഷൻസും തന്നു. അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് ഒരു ഭക്തൻ്റെ രൂപത്തിൽ അദ്ദേഹം ഭൂമിയിൽ അവതരിച്ചിട്ട് അദ്ദേഹം നമുക്ക് എങ്ങനെയാണ് ഭക്തി പരിശീലിക്കേണ്ടതെന്ന് എന്ന് കാണിച്ചു തന്നു. ഇത്രയും അഹൈതുകമായിട്ടുള്ള കരുണാവാനായിട്ടുള്ള ആ ഭഗവാൻ നമ്മളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ അവതാരം. ഈ അവതാരത്തിലൂടെ ഭഗവാൻ ഭൂമിയിൽ അവതരിച്ച് ഭഗവാൻ എല്ലാ ശാസ്ത്രങ്ങളും എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പരിശീലിക്കേണ്ടതെന്ന് സ്വയം അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിലൂടെ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിതത്തിൽ സക്സസ്ഫുള്ളായിട്ടുള്ള കോടിക്കണക്കിന് ആളുകളുണ്ട് ഈ പ്രപഞ്ചത്തിൽ. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഈ കഷ്ടപ്പെടുന്ന എല്ലാ കഷ്ടതകൾക്കും അറുതി വരുത്താനുള്ള വഴിയും
ഇതേ വഴിയിലൂടെയാണ് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതെന്ന് അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തന്നു. ആ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവതാരം നമ്മളെ ഇവിടെ നിന്ന് ഉദ്ധരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഈ കലികാലത്തിൽ പതീതരായിട്ടുള്ള നമ്മളെ പോലുള്ള ആളുകളെ ഉദ്ധരിക്കാനായിട്ട് വളരെ സരളമായ നാമസങ്കീർത്തന പ്രസ്ഥാനം ആരംഭിച്ചു എന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ അവതാരത്തിൽ അദ്ദേഹത്തിനെ ഗ്ലോറിഫൈ ചെയ്യാനും അദ്ദേഹത്തിൻ്റെ നാമസങ്കീർത്തനം ഈ ലോകമെമ്പാടും നമ്മൾ പ്രചരിപ്പിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.